വൈകുന്നേരങ്ങളിലൊക്കെ ചായക്കൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് സാധനങ്ങൾ മതി ഇതുണ്ടാക്കാൻ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യോ ബട്ടറോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച നേന്ത്രപ്പഴം അത് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് വാടി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ വേറെന്ത് പണിക്ക് പോകാം, ഇല്ലേ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് കുറച്ച് വെച്ചിട്ട് നമുക്ക് 3 മുട്ട ഒരു പാത്രത്തിലേക്ക് ഇടാം. അത് പാത്രത്തിലിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിത് കായ്പോള അല്ലെങ്കിൽ ബനാന കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആണിത് സംഭവം. പക്ഷെ നമ്മൾ വാട്ടിയത് മിക്സ് ചെയ്തിട്ടല്ല ഇടുന്നത്, ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ അടുപ്പത്ത് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അത്ര പണി പോലും ഇതിന് ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മളിത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. കാരണം എല്ലാ ഭാഗവും ഒന്ന് ഒരേ സ്ഥലത്തായിട്ടൊന്ന് വെന്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ച് ആയതുകൊണ്ട് തന്നെ അത് കുറച്ചൊന്ന് വേവുകയും ചെയ്യും. ഇനി നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 4 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതും ഈ മുട്ടൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളകണം. മിക്സിയിലിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിതിങ്ങനെ സ്പൂൺ തന്നെ വെച്ച് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മൾ ഇളക്കി മുറിച്ച് വെച്ച് പഴമൊക്കെ ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ പാത്രത്തിലേക്ക് എല്ലാ ഭാഗത്തേക്കായിട്ടും അങ്ങനെ പരത്തിയിട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ കലക്കി വെച്ച മുട്ടയും പഞ്ചസാരൻ്റെ ഈ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ പഴത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ഗ്യാസ് എപ്പോഴും കുറച്ച് വെച്ചിട്ടേ കുക്ക് ചെയ്തെടുക്കാവുള്ളൂ. അപ്പോൾ അത് ഞാൻ കുറച്ച് സമയം അധികം ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരു മിനിറ്റ് ഞാനിതൊന്ന് തിരിച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ചായക്കടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ മുട്ടൻ്റെ ഭാഗങ്ങളൊക്കെ പ്രത്യേകമായിട്ട് കടിക്കാൻ പറ്റും. നമ്മളിത് മറ്റേത് മിക്സായിട്ട് ഒഴിക്കുകയാണെങ്കിൽ എല്ലാം കൂടി മിക്സായി പോകത്തില്ല. അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഭയങ്കര മടിയുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് വെച്ചാൽ മതിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.